8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19-നും വോട്ടെണ്ണൽ ജൂൺ 23-നും നടക്കും. 4 സംസ്ഥാനങ്ങളിലെ 5 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. PV അൻവർ രാജിവെച്ച സാഹചര്യത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വേദിയൊരുങ്ങുന്നത്. രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷമുള്ള 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പിനാണ് നിലമ്പൂർ വേദിയാകുക. ഇതുവരെ നടന്ന 4 ഉപതെരഞ്ഞെടുപ്പിലും UDF-ഉം LDF-ഉം സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും UDF സീറ്റ് നിലനിർത്തിയപ്പോൾ ചേലക്കരയിൽ ഇടതുപക്ഷം സിറ്റിംഗ് സീറ്റിൽ ജയിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും അഭിമാന പ്രശ്നമാണ്. സിറ്റിംഗ് MLA LDF-ഉമായി തെറ്റുപിരിഞ്ഞ് രാജിവെച്ച് UDF-ന്റെ വിജയത്തിനായി അംഗത്തിനിറങ്ങുമ്പോൾ സീറ്റ് നിലനിർത്തി മറുപടി നൽകേണ്ടത് CPM-നും LDF-നും അഭിമാന പ്രശ്നമാണ്. പഴയ ആരാടന്റെ തട്ടകം 9 വർഷത്തിനു ശേഷം തിരിച്ചുപിടിക്കാൻ UDF തയ്യാറെടുക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയമാകും അവർക്ക് വെല്ലുവിളി. തദ്ദേശ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നിലമ്പൂർ പിടിക്കേണ്ടത് ഇരു മുന്നണികൾക്കും അഭിമാന പ്രശ്നമാണ്. ആരാടിന്റെ തട്ടകം PV അൻവറിലൂടെ 2016-ലാണ് LDF ചുവപ്പിച്ചത്. പിണറായിയുടെയും LDF-ന്റെയും പ്രത്യേകിച്ച് CPM-ന്റെയും വിശ്വസ്തനായ PV അൻവർ SP സുജിത് ദാസിനെതിരെയും പിന്നാലെ ADGP അജിത് കുമാറിനെതിരെയും കടുത്ത ആരോപണങ്ങളുമായി രംഗത്തു വന്നതോടെ നേതൃത്വവുമായി തെറ്റി. വിശ്വസ്തനായ അൻവർ CPM-ന്റെ ശത്രുവായി എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. അടുത്ത വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF-നും UDF-നും ഒരുപോലെ നിർണയമാകുന്ന സീറ്റാണ് നിലമ്പൂരിലേത്. ഭരണപക്ഷത്തോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് തെളിയിക്കാനുള്ള അവസരമായാണ് UDF നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതേസമയം അൻവർ പോയാലും പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല എന്നും സംസ്ഥാനത്ത് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും കാണിക്കുന്നതിനായി നിലമ്പൂർ പിടിക്കുക എന്നത് LDF-നും വലിയ വെല്ലുവിളിയാണ്. ഗുജറാത്ത്, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പമാണ് കേരളത്തിലെയും ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത്. തിരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ടുതന്നെ പാർട്ടിക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ നടത്തേണ്ടിവരും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.